ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെറും 10 രൂപ ഉണ്ടോ എങ്കിൽ കടയിൽ പോകാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ചോക്കോബാർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിന് ക്രീമോ മോൾഡോ മെഷീനോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നതാണ്. ഈ ചൂടുകാലത്ത് കുട്ടികൾക്കൊക്കെ ധൈര്യമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കിതാ ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 10 രൂപയുടെ ചോക്ലേറ്റ് ആണ് കേട്ടോ, 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ചേർത്തി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മെൽറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂട് വെള്ളം തന്നെ ഒഴിച്ചെടുക്കാം. ശേഷം നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാം കേട്ടോ, നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതാ ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നാരില്ലാത്ത മാമ്പഴം എടുക്കണം കേട്ടോ. നല്ല മധുരമുള്ള മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ടാക്കി എടുക്കാം, ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ചേർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തി കൊടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് പാലും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായി തിക്കായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പാൽ കൂട്ടിയിട്ട് ബ്ലെൻഡാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻറ്റിയിലായിരിക്കണം കേട്ടോ നമ്മൾ ഈ പൾപ്പ് അടിച്ച് വരേണ്ടത്. അപ്പോഴേക്കും തന്നെ നമ്മളിതാ ചൂടുവെള്ളത്തിലിട്ട് നമ്മുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇതാ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ ഒരു സൈഡിലോട്ട് നമുക്കൊരു കത്തി വെച്ചിട്ടോ ഒന്ന് സൈഡിലോട്ട് മാറ്റിയെടുത്തിട്ട് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എന്ത് നമുക്ക് കൊടുക്കും, നമുക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കൊടുക്കാമല്ലോ, നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് കാരണം. അതുപോലെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമുക്കിതാ കട്ടാക്കി എടുക്കാം. കട്ടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ചോക്ലേറ്റൊക്കെ നമ്മുടെ കവറിലെ എല്ലാ സൈഡിലോട്ടും നമുക്കൊന്ന് ഇങ്ങനെ ഡിപ്പാക്കി കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചോക്കോബാറിൽ നമ്മൾ പുറത്ത് നമ്മൾ ഈ ചോക്ലേറ്റ് ആയിരിക്കുമല്ലോ, അകത്താണ് നമ്മൾ ഈ മാങ്ങപ്പൾപ്പ് ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൾപ്പ് നമ്മൾ ബ്ലെൻഡാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3 എണ്ണത്തിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിൽ വെച്ചെടുക്കാം. ഈ 10 രൂപയുടെ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മളിങ്ങനെ സ്റ്റിക്ക് ഒന്ന് നമുക്ക് ഇങ്ങനെ സെൻട്രലായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 3 എണ്ണം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന നമ്മൾ മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, ആ പൾപ്പും കൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ വീട്ടിലുള്ള നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സുകളോ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെക്കാം. ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാംഗോ കുൽഫി പോലെ ആയാൽ തന്നെ സൂപ്പറാണേ. മാങ്ങ വെച്ചിട്ട് ഞാൻ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയി കണ്ടുനോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ചോക്കോബാർ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടുകയുള്ളൂ. സമയമുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി വെച്ച് പിറ്റേന്ന് എടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതാ നല്ല ഫ്രീസായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിതാ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കവറൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ മാംഗോ ചോക്കോബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ നന്നായിട്ട് തന്നെ പുറത്ത് നല്ല അടിപൊളി പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവർക്ക് ഒരുപാടേറെ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ ഇട്ടത് കേട്ടോ ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് അതും നല്ല അടിപൊളിയായിട്ട് ഇതാ നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിൾ മാംഗോ ചോക്കോബാർ. വെറും 10 രൂപയും ഒരു മാങ്ങയും ഉണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അധിക സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആർക്കും ഇത് വീട്ടിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ ചൂടുകാലത്ത് കുട്ടികൾക്കൊക്കെ ഇത് ശരിക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.